ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. പുതുവർഷം ആരംഭിക്കുവാൻ പോവുകയാണ്. ഓരോ വർഷക്കാലവും ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ വർഷങ്ങളിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിത ഉയർച്ച, ഒരു നന്മകൾ, മാറ്റമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഈ വരുന്ന 2026 ജനുവരി 1 മുതൽ ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ, ജീവിത ഉയർച്ചയുടെ ഒരു നല്ല കാലം, നല്ല കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ പറയുന്നത് ആ രാശിക്ക് ലഭിക്കുന്ന, ആ പൊതുവായിട്ട് ലഭിക്കുന്ന ഗുണഫലങ്ങൾ, നന്മകൾ, നേട്ടങ്ങളെ പറ്റിയാണ്. ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നമ്മുടെ ജനന ജാതകപ്രകാരം ലഗ്നം വ്യത്യാസപ്പെട്ടിരിക്കും. ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന ദശാകാലങ്ങളൊക്കെ വെവ്വേറെ ആയിരിക്കും, വ്യത്യാസമുള്ളതായിരിക്കും. അതനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഗുണദോഷ ഫലങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു രാശിയിൽ നമ്മൾ എത്ര വലിയ ഗുണഫലങ്ങൾ പറഞ്ഞാലും അതുപോലെ ദോഷഫലങ്ങൾ പറഞ്ഞാലും ആ രാശിയിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. അത് അവരവരുടെ ദശാകാലങ്ങൾ നടക്കുന്നത് അനുസരിച്ച് കൂടിയാണ് അനുഭവത്തിൽ വരുന്നത്. അതിനാലാണ് ഈ ഒരു രാശിയുടെ പൊതുഫലം പറയുമ്പോൾ അതിൽ പറയുന്ന ഗുണദോഷ ഫലങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റക്കുറച്ചിലുകൾ അത് ലഭിക്കുന്നതിൽ അനുഭവത്തിൽ വരുന്നത്. അതുകൊണ്ട് പുതുവർഷ ആരംഭമാണ്. ഇനി മുന്നോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളുമൊക്കെ എത്രത്തോളം ലഭിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിലും അതല്ല ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ആ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ വളരെ ഉത്തമമായിരിക്കും. 2026 ജനുവരി 1 മുതൽ ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് നല്ലൊരു യോഗഫലങ്ങൾ, നന്മകൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയം എന്നുള്ളത് നോക്കാം. ആദ്യം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ വളരെ ഉത്തമമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു നല്ല കാലം ആരംഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മകളുടെ, ഒരു നേട്ടങ്ങളുടെ കാലഘട്ടമായിട്ടാണ് 2026 കടന്നു വരുന്നത്. ഈ 2026 നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ഗുണാനുഭവങ്ങളും ലഭിക്കും. എടുത്തു പറയേണ്ട ഒന്ന് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയാണ്. പണം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഒക്കെ വിട്ടുമാറി ആ ഒരു ധനപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, ഒരു മുന്നേറ്റം ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഒരു സുഖം, സമാധാനം, തൃപ്തിയൊക്കെ ലഭിക്കുന്ന ഒരു കാലമാണ്. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരും. അതുപോലെ സ്വന്തം ബന്ധങ്ങൾ, ആ ഒരു സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ നിങ്ങളെ സംബന്ധിച്ച് എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ആ സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലവുമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഈ ഒരു കാലഘട്ടം പൂർണ്ണമായി വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കുക, പിതാവ്, പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടത് നിങ്ങളുടെ സന്താനങ്ങളുടെ, കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന എല്ലാ മനപ്രയാസങ്ങളും ആകുലതകളും വിട്ടുമാറുന്ന സമയമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല നന്മകളും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാലം. അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, അതുപോലെ ഉപരിപഠനത്തിന്, വിദേശ പഠനത്തിന് പോകുവാൻ സാധിക്കുക, നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹ യോഗം ലഭിക്കുക, ഇങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഇടവം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ അനുഭവത്തിൽ വരും. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കും മനസ്സമാധാനം, സുഖം, സന്തോഷം ഒക്കെ, ജീവിത ഉയർച്ചയൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. വിവാഹം കഴിഞ്ഞ് ഏറെ കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന ഇടവം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ ആ സന്താന ഭാഗ്യം നൽകുന്ന ഒരു വർഷക്കാലം കൂടിയാണ്.
പൊതുവെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ജനുവരി മുതൽ നല്ല ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ പോകുന്നത്. അതുപോലെ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ധനസമ്പാദനം, ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യം ഉണ്ടാകുന്ന അനുഭവം വന്നു ചേരും. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ സാധിക്കുക. പലർക്കും അപ്രതീക്ഷിതമായ പല ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരും. ഈ ഒരു സമയം, ഈ ഒരു വർഷക്കാലം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ജീവിത മുന്നേറ്റം, സാമ്പത്തിക ഉയർച്ച, നന്മകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പലർക്കും ഈ ഒരു വർഷക്കാലം സ്വന്തമായി ഭൂമിക്കും ഗൃഹത്തിനും ഒക്കെയുള്ള യോഗങ്ങൾ ഉള്ള ഒരു സമയവുമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പ്രകാരം അവരവർക്ക് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഈ 2026 ജനുവരി മുതൽ ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുന രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്ന ഒരു വർഷക്കാലമാണ് 2026 എന്ന് പറയുന്നത്. ജനുവരി മുതൽ നിങ്ങളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഉയർച്ചകൾ, നന്മകളൊക്കെ പലർക്കും വന്നു ചേരുന്നതാണ്. ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. പലതിനും തടസ്സം, ബുദ്ധിമുട്ടുകൾ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് പലരെയും സംബന്ധിച്ചിട്ട് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. അതിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ, ഉയർച്ചയുടെ ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു 2026 ജനുവരി മുതൽ അനുഭവത്തിൽ വരും. പലരെയും സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ഏറെ കാലങ്ങളായി നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആ ഒരു നന്മകൾ, ഉയർച്ചകൾ, നേട്ടങ്ങളൊക്കെ മുന്നോട്ടുള്ള സമയം ലഭിക്കും. കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ചയോ നല്ലൊരു സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത്യുത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, ഒരു ജോലി ഇല്ലാതിരിക്കുന്നൊരു വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച് ഒരു നല്ല ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇത്രയും നാളും അതിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ആ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ച, ധനനേട്ടം, ലാഭമുണ്ടാകും. പലരെയും സംബന്ധിച്ച് 2026 സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ്, സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന കാലഘട്ടം. അത് സ്വന്തമായിട്ട് ആരംഭിക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് ആരംഭിക്കുക, അതിനൊക്കെ ഉത്തമമായ യോഗമുള്ള കാലഘട്ടമാണ്. അതുപോലെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പലരും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. അതിലൊക്കെ മാറ്റമുണ്ടാകും. അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. മിഥുനരാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച് പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാരണം ഭാര്യ ഭർത്താക്കന്മാർ, ദമ്പതികൾ രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ട് കഴിയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പലരും ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു നല്ല മാറ്റങ്ങളുണ്ടായി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്രതീക്ഷിതമായിട്ട് ജീവിത പങ്കാളി മുഖാന്തരം ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല നേട്ടങ്ങൾ, നല്ല ഗുണഫലങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലവുമാണ്. പലരെയും സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒന്ന്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം, അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ലഭിക്കും. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും സമയം വളരെ വളരെ ഉത്തമമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സാധിക്കും. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ നിന്ന് പോയതോ മുടങ്ങിപ്പോയതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു 2026 ജനുവരി മുതൽ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും സാധിക്കും.
നല്ല രീതിയിലുള്ള കർമ്മസംബന്ധമായ ഉയർച്ച, നേട്ടങ്ങൾ, മാറ്റങ്ങൾ വരുമ്പോൾ സാമ്പത്തികപരമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നല്ല കർമ്മം ലഭിക്കുമ്പോൾ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഒരു ധനവരവുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു കാലവും ഒരു സമയവുമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ 2026 ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി 2026 ജനുവരി മുതൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ്. പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുണ്ടായ സാമ്പത്തിക പരാജയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വളരെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പല ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായിട്ടൊരു കടബാധ്യത, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയൊരനുഭവമുണ്ട്. അതുപോലെ അനാവശ്യമായിട്ടുള്ള കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടവരുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ മൂലം സാമ്പത്തിക പ്രയാസങ്ങളും ശാരീരിക മാനസിക ക്ലേശങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവിക്കുന്നവർ, അതുപോലെ വണ്ടി വാഹനങ്ങളിൽ നിന്നോ മറ്റോ അപ്രതീക്ഷിതമായിട്ട് ചെറിയ പരിക്കുകൾ, ഒടിവുകൾ, ചതവുകളൊക്കെ അനുഭവത്തിൽ വന്നവരുമുണ്ട്. പൊതുവെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നമ്മൾ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ചിങ്ങം രാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയം 2026 ജനുവരി മുതൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് ഒരു നല്ല സമയം, നല്ല ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തീരെ പ്രതീക്ഷിക്കാത്ത നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, അത് പണം സംബന്ധിച്ചും ആരോഗ്യം സംബന്ധിച്ചും ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഉണ്ടായിരുന്ന ആ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഇനി മുതൽ മുന്നോട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണഫലം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ മാറ്റം, മോചനം ലഭിച്ച് ശരീരത്തിന് ആരോഗ്യം, ഉണർവ് ലഭിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു പോംവഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. ഈശ്വരാനുഗ്രഹം ലഭിക്കും. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം, പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ, ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക. നിങ്ങളുടെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. രോഗദുരിതങ്ങളിൽ നിന്നും കേസ് വഴക്കുകളിൽ നിന്നുമൊക്കെ ഒരു മുക്തി ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഭവന നിർമ്മാണത്തിന് ആഗ്രഹിച്ച വീടിൻ്റെ ആ ഒരു തറക്കല്ല് മാത്രം, ആ ഒരു ഫൗണ്ടേഷൻ മാത്രമൊക്കെ ചെയ്ത് പിന്നീട് ആ ഗൃഹനിർമ്മാണം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പല പ്രതിസന്ധികളും ചിങ്ങം രാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ളൊരു യോഗമുള്ള സമയമാണ്. സ്വന്തമായ ഭൂമി യോഗം ലഭിക്കുന്ന സമയം. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറും. പൂർവിക വഴിയിൽ നിന്നൊക്കെ ആ ഒരു എന്തെങ്കിലും ഗുണഫലങ്ങളോ നന്മകളോ നേട്ടങ്ങളോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലുണ്ടായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്കും ഒരു സമ്പാദ്യം വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കൊരു യോഗമുണ്ടാകുന്ന ഒരു കാലഘട്ടവും നിങ്ങളാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിത ഉയർച്ചയ്ക്ക് അടിസ്ഥാനം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല കാര്യങ്ങൾ മാതാപിതാക്കളായ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു വർഷക്കാലവുമാണ്.
അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലും സുഖം, സമാധാനം, സന്തോഷം, അതുപോലെ നല്ല വിവാഹം, മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുന്ന കാലഘട്ടം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ്. നിങ്ങൾ ഏറെക്കാലമായി, വർഷങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ 2026 ജനുവരി മുതൽ അനുഭവത്തിൽ വരും. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിങ്ങം രാശിക്കാരായ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ആ ഗുണഫലങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്നത്. സമയം അത്രമേൽ അനുകൂലമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത്രമേൽ ജീവിതത്തിൽ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. അതിലൊക്കെ ഒരു നല്ല മാറ്റം, നേട്ടങ്ങൾ ഉണ്ടാകും. സന്തോഷമായി, സമാധാനമായി മുന്നോട്ട് പോകാം. ആഗ്രഹമുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളൊക്കെ ആ ജാതകം നോക്കി മനസ്സിലാക്കുന്നത് അത്യുത്തമമാണ്. ആദി പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ജനുവരി 1 മുതൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് സമയം ഏറ്റവും അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം നൽകുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്നത്, ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നത്, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിട്ടുമാറി മാനസികമായിട്ടൊരു സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾക്ക് അതുപോലെ അത്ര നല്ല ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും പലരെയും സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. സമയം അത്രമേൽ നല്ലതാണ്. നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന ഒരു വർഷക്കാലം, മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ, ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ, വാക്കുതർക്കങ്ങളോ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി. സഹോദരങ്ങളുമായി ഒരല്പം അകൽച്ചയിൽ കഴിയുന്ന വ്യക്തികൾ എന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാവുകയും അവരുമായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടവുമാണ്. സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ തുലാം രാശിക്കാർക്ക് ഈ ഒരു സമയം അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യം, നന്മകൾ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭവുമാണ്. ഭാഗ്യമെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. ചിലർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുന്നത് മൂലം, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മൂലമാകാം. മറ്റുള്ളവർക്ക് സ്വന്തമായിട്ട് ഭൂമി, ഗൃഹം, അങ്ങനെയുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അതുപോലെ ആരോഗ്യപരമായ മുന്നേറ്റം, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. അതുപോലെ കുറച്ച് കാലങ്ങളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ 2026 നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി മാനസികവും ശാരീരികവുമായ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം പ്രധാനമായിട്ടും കടബാധ്യതകളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, കേസ് വഴക്കുകൾ നേരിടുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം. പ്രധാനമായും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ, സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ എതിർപ്പുകൾ, ശത്രുതകളൊക്കെ വിട്ടുമാറും. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കാതെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായിട്ടുള്ള എതിർപ്പുകളോ, ശത്രുതകളോ, ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ഒക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖലയും ജീവിതവും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. 2026 ജനുവരി മുതൽ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ, ഒരു ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരും.
ഈശ്വരാനുഗ്രഹം അത്രത്തോളം ലഭിക്കുന്ന സമയമാണ്. ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. ഭാഗ്യം ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ ലഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തുലാം രാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറി ആ കുടുംബ ജീവിതത്തിലൊരു മനസ്സമാധാനം, സന്തോഷം ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ ചില മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഗൃഹപ്രവേശം പോലെയോ വിവാഹം പോലെയോ ഒക്കെയുള്ള മംഗളകാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് സമയം 2026 ജനുവരി മുതൽ ഒരു നല്ല കാലം, നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ജനുവരി 1 മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനു രാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് സമയം അനുകൂലത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ മനസ്സിനും ശരീരത്തിനും തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു കാലം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത്രമേൽ വലിയ സുഖ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളാണ് ധനുരാശിക്കാർ. പലതരത്തിൽ മാനസികപരമായ ബുദ്ധിമുട്ടുകളും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയായിട്ട് പലതരത്തിലുള്ള മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു മാറ്റം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം അനുഭവത്തിൽ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു നന്മകൾ വന്നു ചേരുക, നിങ്ങളുടെ പരിശ്രമങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളകരമായി പൂർത്തിയാക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്യുന്ന ജോലി എന്താണോ ആ കർമ്മത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധനുരാശിക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായ തടസ്സങ്ങൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന ജോലി മുഖാന്തരം നിങ്ങൾക്കൊരു ഉയർച്ച ലഭിക്കുക, അതുമൂലം ധാരാളം ധനവരവ് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ചും ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു ധനരാശിയിൽപ്പെട്ട വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച് ജോലി ലഭിക്കുന്ന സമയം. അതുപോലെ സാമ്പത്തികപരമായൊരു ഉയർച്ച, ഉന്നതി അവരവരുടെ കർമ്മ മുഖാന്തരം ലഭിക്കുക. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ധനുരാശിക്കാർക്ക് സമയം അനുകൂലമാണ്. നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറും. അതുപോലെ വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കോ ശ്രമിക്കുന്നവർക്കോ 2026 ജനുവരി മുതൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകും. കുറച്ച് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റൊരു ജോലി, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കൊക്കെ ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിലും നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണ്. കർമ്മസംബന്ധമായി നല്ല മാറ്റങ്ങൾ ലഭിക്കും. സ്വന്തമായിട്ടൊരു തൊഴിൽ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും മാറ്റമുണ്ടാകും. അതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രധാനമായിട്ടും പറയേണ്ടത്, ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധനുരാശിക്കാർക്ക് എല്ലാത്തിൽ നിന്നും ഒരു മാറ്റം ലഭിക്കുന്ന വർഷമാണ്, അതിൻ്റെ ആരംഭമാണ്. പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ വിവാഹമോചനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ ഒക്കെ എത്തുന്ന അവസ്ഥ. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല മാറ്റം ലഭിക്കുക. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും വിവാഹം വളരെ വൈകി നടക്കാൻ, അല്ലെങ്കിൽ വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പലരെയും സംബന്ധിച്ച് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് അവസാന നിമിഷം മുടങ്ങിപ്പോയ അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം, മംഗല്യഭാഗ്യം, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഒരു പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും 2026 അത്യുത്തമമാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ ഒരു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവും.
അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് 2026 ജനുവരി മുതൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നന്മകളുമായിരിക്കും ധനുരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ഏതുതരം പ്രശ്നങ്ങളിൽ കൂടെയും പ്രതിസന്ധികളിൽ കൂടെയും കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊക്കെ ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് 2026 നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ജനുവരി 1 മുതൽ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് സമയം അനുകൂലമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. അത് അവരവർ ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ചിട്ടുള്ള അലച്ചിലുകളോ ബുദ്ധിമുട്ടുകളോ അനുഭവത്തിൽ വരാം. അപ്പം അങ്ങനെയുള്ള ചെറിയ അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെറുതായിട്ട് പരിശ്രമിച്ചാൽ പോലും 100% ഒരു ഗുണഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. അനാവശ്യ അലച്ചിലുകൾ, ഈ യാത്രകൾ, പ്രശ്നങ്ങൾ, പാഴ്ചിലവുകൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില വ്യക്തികളെ സംബന്ധിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കൈകളിലേക്ക് വരുന്ന പണം പലപ്പോഴും പലർക്കും ഒരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ചിലപ്പോൾ ഒരു 10 രൂപ അനുഭവത്തിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് ലഭിക്കുക, എന്തെങ്കിലുമൊക്കെ അനാവശ്യ ചിലവുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ടായിരുന്ന സമയമാണ്. അതൊക്കെ വിട്ടുമാറി നിങ്ങളെ സംബന്ധിച്ച് 2026 മുതൽ പാഴ്ചിലവുകൾ, അങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ധാരാളം ധനവരവ്, പണം വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവും, അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. മാനസികമായിട്ട് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. മനസ്സിന് നല്ല ആത്മവിശ്വാസം ലഭിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയവുമാണ്. പ്രധാനമായിട്ടും 2026 മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള എനർജികളും വിട്ടുമാറുന്ന ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ലൊരു ജീവിത മുന്നേറ്റം ലഭിക്കുന്ന കാലഘട്ടം. എത്ര വലിയ പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഈശ്വരാനുഗ്രഹം, ഒരു വഴി ലഭിക്കും. ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പണം ചിലവഴിക്കേണ്ട അവസ്ഥയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് ഒരു ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുക, അല്ലെങ്കിൽ പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക, ഇതൊക്കെ നിങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. മകരം രാശിക്കാർ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. അപ്രതീക്ഷിതമായിട്ടൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കും, ഒരു ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് മകരം രാശിക്കാരെ പറ്റി എടുത്തു പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഏറ്റവും മോശമായിട്ടുള്ള ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമേ ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം അനുഭവത്തിൽ വരൂ. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് 2026 ജനുവരി മുതൽ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ ക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ നിങ്ങൾക്ക് സന്ദർശിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലി, വിദേശവാസമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിൽ വരും. അത്രയും നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് മകരം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. അപ്രതീക്ഷിതമായ ജീവിത നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് പലരെയും സംബന്ധിച്ച് വന്നു ചേരും. മുതിർന്ന സഹോദരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും നന്മകളോ നേട്ടങ്ങളോ ഈ ഒരു കാലഘട്ടത്ത് വന്നു ചേരുകയും ചെയ്യും. അപ്രതീക്ഷിതമായിട്ട് യാത്രകൾ അനുഭവത്തിൽ വരുന്നൊരു സമയവും യാത്രകളിൽ കൂടെ നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. ഒരു ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് യാത്രകൾ മുഖാന്തരം നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിലൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയവും. മകരം രാശിക്കാരെ സംബന്ധിച്ച് 2026 കാലാകാലങ്ങളായി സ്വന്തമായ ഭൂമി, വീട് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു അനുഗ്രഹം
ആ ഈശ്വരാധീനം ധാരാളമായി ലഭിക്കുന്ന സമയമാണ്. സ്വന്തമായ ഭൂമി, ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം, ഇപ്പോൾ താമസിക്കുന്ന ഭവനം പുതുക്കി പണിയുവാനുള്ള യോഗം, ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. മകരം രാശിക്കാർക്ക് 2026 ജനുവരി മുതൽ തീർത്തും നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് 2026 ആ ഒരു ഗ്രഹസ്ഥിതിയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ജനുവരി 1 മുതൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 7ര ശനിയുടെ അവസാന കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഇതിനു മുൻപ് പല വീഡിയോയിലും പറഞ്ഞ പ്രകാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുംഭം രാശിക്കാർ ഓരോരുത്തരും അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പലതരത്തിലുള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ബന്ധങ്ങളിൽ നിന്ന് നേരിട്ട അപമാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള പണം മറ്റുള്ള ഒരാൾക്ക് കൊടുത്ത് സഹായിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ആവശ്യം വരുമ്പോൾ അത് തിരിച്ച് ലഭിക്കാതിരിക്കുക, നമ്മൾ സഹായിച്ച വ്യക്തികൾ തന്നെ നമ്മൾക്ക് ശത്രുക്കളായിട്ട് മാറുക, ശത്രുതയോടെ പെരുമാറുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകളിൽ കൂടെയും സ്വന്തം ബന്ധങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങളുമൊക്കെ പലരും അനുഭവിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലം കൊണ്ട് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ആരാണ് നമ്മളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ, നമുക്കൊരു കഷ്ടകാലം ബുദ്ധിമുട്ട് വന്നാൽ ആരാണ് കൂടെ ഉണ്ടാകുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും ആ ജീവിതത്തിൻ്റെ ഒരു സത്യം മനസ്സിലാക്കിയ വ്യക്തികളാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും മറ്റുള്ളവർക്ക് എന്ത് നല്ല കാര്യങ്ങളും ചെയ്യുവാൻ മടിയില്ലാത്ത വ്യക്തികളാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി സഹായിച്ചവർ പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ, പലരെയും സംബന്ധിച്ച് ഒറ്റപ്പെട്ട ഒരു സാഹചര്യം, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥ, ഒരുപാട് സ്ട്രഗിളിങ്, ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ജീവിച്ച് മുന്നോട്ട് വരുന്ന അനുഭവമാണ് പലരെയും സംബന്ധിച്ച്. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥകളും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെയായിട്ട് കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് 5-6 വർഷങ്ങളായിട്ട് അത്രമേൽ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. പലരെയും സംബന്ധിച്ച് ഒരു ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരുണ്ട്. ജീവിതത്തിൽ മറ്റ് പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓരോരുത്തരെയും സംബന്ധിച്ച് അത്രമേൽ ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് അനുഭവിച്ചു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു മാറ്റമാണ് 2026 മുതൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ലഭിക്കും. ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേർന്ന് ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം, ഒരു മാറ്റമാണ്. 2026 നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിരിക്കും. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കടബാധ്യതകളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക ഉയർച്ച, ഉന്നതി ലഭിക്കുന്ന കാലഘട്ടം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ, ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരിക, നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം മുഖാന്തരം അപ്രതീക്ഷിതമായിട്ടൊരു നേട്ടം, ഉയർച്ച ഉണ്ടാവുക, അങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ ഏറ്റവും വില കുറച്ച് കണ്ടവരുടെ മുൻപിൽ പോലും നല്ല രീതിയിൽ ജീവിച്ച് മുന്നേറുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായ ധനപരമായ മുന്നേറ്റം ലഭിക്കും. അവരവരുടെ കുടുംബജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ഒരു നിലയും വിലയും മതിപ്പുമൊക്കെ ലഭിക്കുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പല നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം. കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഇനി മുന്നോട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ